السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. الله سبحانه وتعالى നമുക്കും നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ മുഴുവൻ സഹോദരങ്ങൾക്കും അവന്റെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ വിവിധ ഉദ്ദേശങ്ങളാൽ ദുആക്ക് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ മുറാദുകളെയും അല്ലാഹു ഹാസിലാക്കി നൽകട്ടെ. മുസ്ലിം സമൂഹത്തിന് അല്ലാഹു ഇസ്സത്ത് കൊണ്ടും അവന്റെ കറാമത്ത് കൊണ്ടും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അവസാനം ആഖിബത്ത് നന്നായി ഈമാനോടെ ലോകത്തോട് വിട പറയാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ള മുഅ്മിനുകളെ, ലോകത്ത് ഏതു പ്രദേശത്ത് ജീവിക്കുന്ന മുസ്ലിമോ ആത്യന്തികമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്റെ എല്ലാ മേൽവിലാസങ്ങൾക്കും അപ്പുറത്ത് പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയത്തെ പൂർണ്ണമായി പ്രതിനിധാനം ചെയ്യുവാൻ സാധ്യമാകുന്ന ഒരു സുരക്ഷിത ഭൂമിക അവനെപ്പോഴും ഉണ്ടായിരിക്കണമെന്നതാണ്. അതിന് ചെറുതും വലുതുമായ തടസ്സങ്ങൾ നേരിടുമ്പോഴൊക്കെ യഥാർത്ഥ വിശ്വാസി എപ്പോഴും അസ്വസ്ഥനായിരിക്കും. നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്കൊക്കെ പഠനത്തിനും തൊഴിലാവശ്യാർത്ഥവും ഒക്കെ മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. പലപ്പോഴും മുസ്ലിങ്ങളായ അത്തരം ആളുകൾ നേരിടുന്ന ഒരു മാനസിക പ്രയാസം അവരുടെ നിസ്കാരങ്ങൾ ജമാഅത്തായിട്ട് നിർവഹിക്കുവാൻ, പള്ളിയിൽ നിർവഹിക്കുവാനുള്ള അവസരമോ അല്ലെങ്കിൽ സമയബന്ധിതമായി ജുമുഅ നിർവഹിക്കുവാനുള്ള അവസരമോ പലപ്പോഴും അത്തരം പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് ഉണ്ടാകാറില്ല. 50, 60, 70, 100 കിലോമീറ്റർ വരെ വെള്ളിയാഴ്ചകളിൽ യാത്ര ചെയ്ത് ജുമുഅക്ക് പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട്. അങ്ങനെയുള്ള ധാരാളം ചുറ്റുപാടുകൾ നമ്മുടെ ലോകത്തുണ്ടാകുമ്പോഴാണ് നമ്മുടെ നാട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാകുന്നത്. നമ്മുടെ നാട്ടിൽ ഏതൊരു മനുഷ്യനും വിശ്വാസിക്കും എത്ര ദീർഘദൂര യാത്രകളാണെങ്കിലും അവന്റെ ജമാഅത്ത് പോലും നഷ്ടപ്പെടാത്ത വിധത്തിൽ അതിൽ ഭാഗവാക്കാകാൻ സാധ്യമാകുന്ന രീതിയിലുള്ള ഒരു സാമൂഹിക ഘടനയും ഒരു ചുറ്റുപാടുമൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സ്വീകരിക്കപ്പെട്ടു വരുന്നത്. പറയുമ്പോൾ മറ്റു ലോകങ്ങളെ, രാജ്യങ്ങളൊക്കെ അപേക്ഷിച്ചുകൊണ്ട് ധാരാളം വിഭിന്നമായ സംസ്കാരങ്ങളും മതങ്ങളും ആശയങ്ങളൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നമ്മളൊരു ബസ്സിൽ കയറിയാൽ അതിലൊരു പക്ഷെ ഒറ്റ മതക്കാരെ ഉണ്ടായിക്കൊള്ളണമെന്നുള്ളൂ. കേരളത്തിൽ അങ്ങനെയല്ല. നമ്മളൊരു ബസ്സിൽ കയറിയാൽ തന്നെ വിവിധ മതങ്ങളെയും ആശയങ്ങളെയും ഒക്കെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകൾ ഒരു ചെറിയ ബസ്സിൽ തന്നെ ഒരുമിച്ച് യാത്ര ചെയ്യുന്നുണ്ടാവും. പരസ്പരം അതൊന്നും ഒരു വെറുപ്പിന്റെയോ വിദ്വേഷത്തിന്റെയോ കാരണങ്ങളാകാറില്ല. നാളിതുവരെ നൂറ്റാണ്ടുകളായി നമ്മുടെ രാജ്യം, നമ്മുടെ നാട് നിലനിന്നു വന്നിട്ടുള്ളതും ഈ ഒരു പാരമ്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. എന്നാൽ 2000-ന് ശേഷം 2001 മുതൽ ലോകത്തുണ്ടായ പ്രത്യേകമായ ഒരു ചുറ്റുപാട്, അതിനുശേഷം ലോകത്ത് നിരവധി രാജ്യങ്ങളിൽ തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾ ആരോപിക്കപ്പെട്ടതോ അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളുടെക്കെതിരെ നിയമപരമായ നീക്കങ്ങൾ ഉണ്ടായിട്ടോ പല പ്രദേശങ്ങളിലും വലിയ സാമ്രാജ്യത്വ രാജ്യങ്ങളിൽ വരെ ഇസ്ലാമിനെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയുമുള്ള ശക്തമായ ഒരു ഭീതി ജനിപ്പിക്കുന്ന രീതിയിൽ ഇടപെടലുകൾ വളരാൻ തുടങ്ങി. അതിൽ ഗവൺമെന്റുകൾ ഭാഗവാക്കുകളായി. അതിൽ പിന്നീട് വിവിധ എഴുത്തുകാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, വലിയ വലിയ സാമ്പത്തിക ശേഷിയുള്ളവർ, അങ്ങനെ ലോകത്തിന്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്ന പലരും ഭാഗവാക്കായതോടുകൂടി ലോകം മുഴുവനും വ്യാപിച്ചു പരന്നുപോയ ഒരു ഭീതിയുടെ വാക്കായി ഇസ്ലാമോഫോബിയ എന്ന ഒരു ആശയത്തെ
ലോകം കാണുകയാണ്. മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനോട് ഭീതിയോടുകൂടി സമീപിക്കുക. മുസ്ലിങ്ങളുടെ എണ്ണം കൂടി വരുന്നു. അവരുടെ ആരാധനാ കർമ്മങ്ങൾക്കെതിരെ നിരന്തരമായി ആക്രോശങ്ങൾ ഉന്നയിക്കപ്പെടുക തുടങ്ങിയ കാഴ്ചകൾ. പക്ഷെ അന്നൊന്നും തന്നെ കേരളത്തിലോ ഇന്ത്യയിലോ അതിനനുസൃതമായിട്ടുള്ള വർത്തമാനങ്ങൾ നമ്മൾ കേട്ടിട്ടില്ലായിരുന്നു, കുറവായിരുന്നു. പക്ഷെ ഏതാനും വർഷങ്ങളായി നമ്മുടെ രാജ്യത്ത് നമ്മൾ ഒന്നിനു പിറകെ ഒന്നൊന്നായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വളരെ വേദനാജനകമാണ്. അതൊരു മുസ്ലിമിന്റെ മാത്രം വേദനയല്ല. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ബഹുസ്വരതയെ സ്നേഹിക്കുകയും ഈ ബഹുസ്വരതയെ അഭിമാനമായി കൊണ്ടു നടക്കുകയും ചെയ്യുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മതേതരത്വം എന്ന ലോകത്തെ വളരെ വിഭിന്നമായ വ്യത്യസ്തമായ ഒരു ആശയത്തെ വളരെ സ്നേഹത്തോട് അതിശയത്തോടു കൂടി സ്വീകരിക്കുന്ന ഒരു ജനത ഇവിടെയുണ്ട്. 140 കോടി ജനത. ആ ജനത അവർ ആഗ്രഹിക്കുന്ന ആ ആശക്കപ്പുറത്ത് നമ്മുടെ നാട് നൂറ്റാണ്ടുകളായി നിർമ്മിച്ചെടുത്ത ഒരു സംസ്കാരത്തിന്റെ ഒരു ദാർശനികമായ മൂല്യങ്ങൾക്കപ്പുറത്ത് നിരന്തരമായി ഒരു വിഭാഗത്തെ ശത്രുപക്ഷത്ത് നിർത്തി അതിനെതിരെ നിരന്തരമായി ആക്ഷേപങ്ങളും വെറുപ്പുൽപാദനങ്ങളും നടത്തുക എന്നത് ഏതാണ്ട് 10 വർഷത്തിലധികമായി നമ്മുടെ രാജ്യത്ത് തുടരെ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ്. പലപ്പോഴും നമ്മൾ അതിനോട് മൗനം പാലിക്കും. നമ്മളായി ഇടപെട്ട് അതൊന്നും വഷളാക്കണ്ട എന്ന് കരുതും. പിന്നെയും ആവർത്തിക്കും, പിന്നെയും മൗനം പാലിക്കും. പക്ഷെ ഇത്തരം ചർച്ചകളോ വർത്തമാനങ്ങളോ ഒരിക്കൽ പോലും കടന്നു വരില്ല എന്ന് കരുതിയ രാജ്യപ്രദേശമാണ് കേരളം. 90% മനുഷ്യർക്ക് സാക്ഷരതയുള്ള പ്രദേശമാണ്. ജനങ്ങൾക്ക് ബോധമുണ്ട്, പ്രബുദ്ധരാണ്. ദൗർഭാഗ്യവശാൽ ഏതാനും വർഷങ്ങളായി കേരളത്തിൽ പോലും പരസ്പരം സാമുദായികമായ സ്പർദ്ധയുണ്ടാക്കുന്ന രീതിയിൽ ഇടപെടാൻ നിക്ഷിപ്ത താല്പര്യമുള്ള ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതൊരു വസ്തുതയാണ്. ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്ത നിങ്ങൾക്കൊക്കെ അറിയാം. ഒരു ക്രൈസ്തവ മാനേജ്മെന്റിന് കീഴിലുള്ള ഒരു വിദ്യാലയത്തിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, മുസ്ലിം പെൺകുട്ടി, അവിടെ തന്റെ മതത്തിന്റെ ദീനിന്റെ അടിസ്ഥാന നിയമങ്ങളിൽപ്പെട്ട വളരെ പ്രധാനമായ നിർബന്ധമായിട്ടുള്ള നിയമമായ ശിരോവസ്ത്രം, ഹിജാബ് ധരിക്കുക എന്ന ആ ഒരു പ്രാക്ടീസ്, ശീലം നടപ്പിലാക്കാൻ ആഗ്രഹിച്ചപ്പോൾ അതിനെതിരെ കേരളത്തിലെ ഒരു വിദ്യാലയത്തിന്റെ മാനേജ്മെന്റും അവിടുത്തെ അധ്യാപകരും അതിനെതിരെ നിൽക്കുന്നു എന്ന വിചിത്രമായ കാഴ്ച നമ്മൾ കാണുകയാണ്. നമ്മൾ ഇത്തരം കാര്യങ്ങളൊന്നും പൊതുവെ നമ്മൾ ചർച്ചകൾക്ക് എടുക്കാറില്ല. കാരണം അത് ചർച്ച ചെയ്യും തോറും നമ്മുടെ സമൂഹത്തിൽ ഉരുണ്ടുകൂടുന്ന കാർമേഘങ്ങൾ ആ കാർമേഘങ്ങൾ നഷ്ടപ്പെടുക എന്നതിനപ്പുറത്ത് അത് വീണ്ടും വീണ്ടും അവിടെ ഇരുണ്ട് പരക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ എന്തു ചെയ്യാൻ, ഈ ചർച്ചകൾ വിശ്വാസികൾക്കിടയിൽ പോലും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണ്. എന്തുകൊണ്ട് പിന്നെ അങ്ങനെ ആയിക്കൂടാ, അവര് പറയുന്നത് കേട്ടുകൂടാ എന്ന് നമ്മൾക്കിടയിൽപ്പെട്ട ആളുകൾ തന്നെ പരസ്പരം അടക്കം പറയുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. പറയാതിരിക്കാൻ നിർവാഹമില്ല. നോക്കൂ, എന്തായിരുന്നു ആ വിവാദത്തിന്റെ പശ്ചാത്തലം? നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഭരണഘടനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഭരണഘടന കൃത്യമായി ആ ഭരണഘടനയിൽ 25 വകുപ്പിലും 14, 15 വകുപ്പിലും 19 വകുപ്പുകളിലൊക്കെ ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതെന്താണ്? ഓരോ വ്യക്തിക്കും അവനവന്റെ മതാചാര പ്രകാരം ജീവിക്കുവാനുള്ള അവകാശം പൗരാവകാശമായി രേഖപ്പെടുത്തപ്പെട്ട ഭരണഘടനയാണ്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുണ്ട്, പൗരാവകാശമുണ്ട്, തന്റെ ആശയത്തെ പ്രകടിപ്പിക്കുവാനും പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശമുണ്ട്. ഇത് ഭരണഘടന നൽകുന്ന അവകാശമാണ്. ആ അവകാശം എല്ലായിടത്തും, ഈ രാജ്യത്തിന്റെ ടെറിട്ടറിക്കകത്ത് എല്ലായിടത്തും അനുവദിക്കപ്പെടണം. എല്ലാ പ്രദേശങ്ങളിലും എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ വരെ അതിന് അനുവാദങ്ങൾ ഉണ്ടാകണം. ആ അനുവാദങ്ങൾ എല്ലായിടത്തും നൽകപ്പെട്ടിട്ടുണ്ട്. അത് വിദ്യാലയങ്ങളിൽ മാത്രമല്ല, എല്ലായിടത്തും നൽകപ്പെട്ടിട്ടുണ്ട്. ആ പൗരാവകാശത്തെ മറികടന്നുകൊണ്ട് ഒരു വിദ്യാലയത്തിലെ മാനേജ്മെന്റിന് ഞങ്ങളുടെ വിദ്യാലയത്തിൽ വരുന്ന ഒരു കുട്ടിക്ക് മതപരമായി അവർക്ക് നിർബന്ധിതമായിട്ടുള്ള ഒരു മക്കനെ ധരിക്കുക എന്ന ഒരു പ്രാക്ടീസ് അനുവർത്തിക്കാൻ പാടില്ല എന്ന് പറയുന്നത് തികഞ്ഞ ഭരണഘടനാ വിരുദ്ധമാണ്. അങ്ങനെ ഒരു സ്ഥാപനത്തിന് പറയാൻ ഇന്ത്യയിൽ സാധ്യമല്ല. ഇന്ത്യയിൽ അങ്ങനെ പറയാൻ പാടില്ല. യഥാർത്ഥത്തിൽ കേരളത്തിൽ തന്നെ മുമ്പ് പലപ്പോഴും സമാനമായ വിധികൾ ഉണ്ടായിട്ടുണ്ട്. മതത്തിന്റെ ചിഹ്നങ്ങളെ, മതത്തിന്റെ ആചാരങ്ങളെ അനുവദിക്കുക എന്നത് നമ്മുടെ കോടതികൾ പോലും എല്ലാ കാലത്തും വകവെച്ചിട്ടുള്ള കാര്യമാണ്. യഹോവ സാക്ഷികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം കേരളത്തിലുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് പ്രമാദമായ ഒരു കേസ് വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുണ്ട്. എന്തായിരുന്നു അത്? നമ്മുടെ സ്കൂളുകളിലൊക്കെ, സ്കൂൾ വിദ്യാലയങ്ങൾ വിടുന്ന നേരത്ത് എല്ലാവരും ജനഗണമന ചൊല്ലും. യഹോവ സാക്ഷികൾ പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസത്തിന് നിരക്കാത്തതാണത്, ഞങ്ങൾക്ക് ചൊല്ലാൻ പാടില്ല. അത് ചൊല്ലുന്നത് വിഗ്രഹാരാധനക്ക് സമാനമാണ്, ഞങ്ങൾക്ക് പാടില്ല. അത് ചൊല്ലാത്തതിന്റെ പേരിൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അതിന്റെ പേരിൽ രക്ഷിതാക്കൾ കേസ് കൊടുത്തു.
ഹൈക്കോടതിയിൽ കേസെത്തി, ഹൈക്കോടതി സ്ഥാപനത്തിന് അനുകൂലമായി വിധിച്ചു. സുപ്രീം കോടതിയിൽ പോയി. എന്തായിരുന്നു സുപ്രീം കോടതിയുടെ വിധി? സുപ്രീം കോടതി അവർക്ക് അനുവാദം കൊടുത്തത് നിങ്ങളുടെ വിശ്വാസത്തെ മാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജനഗണമന ചൊല്ലേണ്ടതില്ല എന്ന് വിധി പ്രസ്താവം നടത്തിയെന്ന് മാത്രമല്ല, ആ മക്കളെ പുറത്താക്കിയതിന്റെ പേരിൽ അവർക്ക് നഷ്ടപ്പെട്ട കാലയളവിന് പകരം കൊടുത്ത് വിദ്യാഭ്യാസം നൽകാൻ സ്ഥാപനത്തിനെതിരെ ഉത്തരവിടുകയും ചെയ്തു ഇന്ത്യയുടെ സുപ്രീം കോടതി. കേരളത്തിൽ നടന്നിട്ടുള്ള സംഭവമാണിത്. ഇങ്ങനെ എത്ര ഘട്ടങ്ങൾ ഉണ്ടായി? നമ്മുടെ നാട്ടിൽ തന്നെ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷ ഇതുമായി ബന്ധപ്പെട്ട് സമാനമായ വിവാദം ഉണ്ടായിരുന്നു. എന്താ കോടതി അഭിപ്രായം പറഞ്ഞത്? ഭരണഘടനാപരമായി അനുവാദം കൊടുക്കണം. അതിന് വിചിത്രമായ വാദങ്ങൾ പിന്നെ വരുന്നത് സുപ്രീം കോടതിയിൽ നിന്നാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കർണാടകയിലെ പ്രമാദമായ വിവാദമുണ്ടായി. ആ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതിയിലെ 2 ജഡ്ജിമാർ പരസ്പര വിരുദ്ധമായ 2 വിധികൾ പറഞ്ഞു. ഒരാൾ പറഞ്ഞു, ഒരു ജഡ്ജിയുടെ പ്രസ്താവന ഹിജാബ് അനുവദിക്കാൻ പാടില്ല എന്നതായിരുന്നു. എന്നാൽ അത് ഭരണഘടനാപരമായ അവകാശത്തിന്റെ പരിധിയിൽപ്പെടുത്തി അനുവദിക്കണമെന്നായിരുന്നു മറ്റൊരു ജഡ്ജിയുടെ പ്രസ്താവന. അത് തീരുമാനമാകാതെ അതിനേക്കാൾ മുകളിലുള്ള മറ്റൊരു ബെഞ്ചിലേക്ക് ആ കേസ് റഫർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇതൊക്കെ സമീപകാലത്ത് നടന്ന കാഴ്ചകളാണ്. നമ്മുടെ നാട്ടിൽ നേരത്തെയുള്ള പതിവ് ഇത്തരം കാര്യങ്ങൾക്ക് അനുവാദം നൽകപ്പെടുന്നു എന്നാണ് നമ്മളൊക്കെ കാണുന്നതല്ലേ. ഈ മലപ്പുറം ജില്ലയിൽ മലബാറിൽ എത്ര മുസ്ലിം മാനേജ്മെന്റുകൾ നടത്തുന്ന വിദ്യാലയങ്ങളുണ്ട്. ആ വിദ്യാലയങ്ങളിൽ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു മറ്റു മതസ്ഥരായ വിദ്യാർത്ഥികൾക്കോ രക്ഷിതാക്കൾക്കോ പ്രയാസകരമാകുന്ന മനോവിഷമമാകുന്ന ഒരു തീരുമാനങ്ങളോ നിലപാടുകളോ അവിടെ എടുക്കപ്പെടാറുണ്ടോ? ഈ രാജ്യത്തിന്റെ സഹിഷ്ണുതയെയും മതസൗഹാർദ്ദത്തെയും പരിഗണിച്ചുകൊണ്ടുള്ള സമീപനങ്ങളല്ലേ സ്വീകരിക്കാറുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. യൂണിഫോമിന്റെ ഭാഗമായി ഇങ്ങനെ മാത്രമേ വസ്ത്രം ധരിക്കാവൂ, ഞങ്ങൾ പറയുന്ന വസ്ത്രമേ അനുവദിക്കപ്പെടൂ എന്ന് പറയാൻ ഇന്ത്യയിൽ അനുവാദമില്ല. യൂണിഫോം എന്ന് പറയുന്നത് തന്നെ, സ്കൂളുകളിൽ യൂണിഫോം എന്ന് പറയുന്നത് പോലും അത് ശാസ്ത്രീയ വിരുദ്ധമാണെന്ന് പറയുന്ന കാഴ്ചപ്പാടുകൾ നമ്മുടെ രാജ്യത്ത് നിന്ന് വരുന്നുണ്ട്. യൂണിഫോം എന്ന് പറയുന്നത് പട്ടാളം പോലെ, കായിക മത്സരങ്ങൾ പോലെയുള്ള അത്ര യൂണിഫോമിറ്റി അനിവാര്യമായ ഇടങ്ങളിൽ മാത്രം മതി എന്ന് പറയുന്നവരുണ്ട്. അത് മറ്റൊരു വശമാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, യൂണിഫോമിറ്റിയുടെ പേരിൽ നിർബന്ധിതമായ മതാചാരത്തിന് വിലക്കുക എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. എന്തു പറയാം? നിങ്ങൾ ഇന്ന നിറത്തിലുള്ള സ്കാഫാണ് ധരിച്ചു വരേണ്ടത് എന്ന് അവർക്ക് പറയാം. അങ്ങനെയല്ലേ പറയേണ്ടത്? അങ്ങനെയുള്ള അനുവാദങ്ങൾ നൽകപ്പെടുന്നില്ലേ? ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ, UK-യിൽ, കാനഡയിൽ, അമേരിക്കയിൽ പോലും അവിടുത്തെ ആർമിയിലാണല്ലോ ഏറ്റവും കൂടുതൽ യൂണിഫോമുമായി ബന്ധപ്പെട്ട നിബന്ധനകളും കാർക്കശ്യങ്ങളും ഉണ്ടാകാറുള്ളത്. പട്ടാള ക്യാമ്പുകളിൽ പോലും, പട്ടാളക്കാർക്കിടയിൽ പോലും അവരുടെ മതാചാര പ്രകാരമുള്ള സിഖ് മതക്കാർക്ക് അവരുടെ ടർബൻ ധരിക്കാനും അവർക്ക് താടി വെക്കാനും അനുവാദം നൽകപ്പെടുന്നുണ്ട്. നമ്മുടെ നാട്ടിലുണ്ട്, മറ്റു രാജ്യങ്ങളിലുണ്ട്. നമ്മുടെ നാട്ടിൽ അത് പട്ടാളത്തിന്റെ ഭാഗമായതുകൊണ്ട് ഒരിക്കലും മതപരമായ ആചാരം അനുവദിക്കപ്പെടില്ല എന്ന് പറയാറുണ്ടോ? പറയാറില്ല. ഇത് മതപരമായി നിർബന്ധിതമായ ഒരു പ്രാക്ടീസിന്റെ പുറത്താണ്. പലരും പറയുന്നു, വിശ്വാസികളിൽപ്പെട്ട ആളുകൾ പലരും തന്നെ ഇത്തരം നിയമങ്ങൾ അനുസരിക്കാത്തവരുണ്ടല്ലോ. അനുസരിക്കാത്തവരുള്ളത് കൊണ്ട് തന്നെ അതൊരു നിർബന്ധിതമായ ആചാരമാണെന്ന് അങ്ങനെ പറയാം. പരിശുദ്ധ ഖുർആൻ വളരെ ഖണ്ഡിതമായി പറഞ്ഞിട്ടുള്ള ഒരു തീരുമാനമാണിത്. വഖുല്ലിൽ മുഅ്മിനാതി യഗ്ദുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ വലയദ്രിബ്ന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന. പ്രായമെത്തിയ സ്ത്രീകൾ അവരുടെ മുഖം, അവരുടെ ശിരോവസ്ത്രം അവർക്ക് നിർബന്ധമാണെന്ന് വിശുദ്ധ ഖുർആന്റെ ഖണ്ഡിതമായ തീരുമാനമാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനയിൽ മതപരമായ അവകാശങ്ങളെ മാത്രം പൗരാവകാശമായി പറഞ്ഞത്? ഏതെങ്കിലും ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കൽ പൗരാവകാശമാണെന്ന് പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ സംഘടനയുടെ ഭാഗമാകൽ പൗരാവകാശമാണെന്ന് പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു മതത്തിന് വേണ്ടി നിലകൊള്ളലും ആ മതത്തിന്റെ ആചാരങ്ങൾ അനുഷ്ഠിക്കലും മാത്രമാണ് പൗരാവകാശമായി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അംഗങ്ങളായ ആളുകൾക്ക് ആ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി പിടിച്ചുകൊണ്ട് ക്ലാസ് മുറിയിലേക്ക് വരിക എന്റെ അവകാശമാണ്, പൗരാവകാശമാണെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ ഭരണഘടന അനുവദിക്കുന്നില്ല. പാർട്ടികൾക്കോ സംഘടനകൾക്കോ ഉള്ള ഒരു പ്രിവിലേജ് അല്ല ഭരണഘടന കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ്? ഒരു വ്യക്തിയുടെ മേൽ പാർട്ടിയുടെയോ സംഘടനയുടെയോ മറ്റോ വരുന്ന മേൽവിലാസത്തിനപ്പുറത്ത് ആ വ്യക്തിയുടെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ് അവന്റെ മതം എന്നത്. അത്രമേൽ മതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ ഭരണഘടന തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ സ്കാഫ് എന്ന് പറയുന്ന ശിരോവസ്ത്രം, ഹിജാബ്, ഇതൊന്നും ഒരു സംഘടനയുടെ, ഒരു പാർട്ടിയുടെ, ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ചിഹ്നമല്ല, അടയാളമല്ല. അത് ഇബാദത്താണ്. അത് ഇബാദത്താണ്.
അത് കേവലം ഒരു അടയാളമോ ഒരു ചിഹ്നമോ ഒരു തുണിക്കഷ്ണമോ അല്ല, അതൊരു ഇബാദത്താണ്. ഇബാദത്തിനുള്ള അനുവാദം നൽകപ്പെടുക എന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. അതിന് അനുവാദം നൽകപ്പെടണ്ടേ? ഇവിടെ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ആലോചിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ചില ജാഗ്രതകളുണ്ട്. എവിടെയെങ്കിലും മതപരമായ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ വിലക്കപ്പെടുന്ന ഇടങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ആ വിലക്കുകൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് മതത്തിന്റെ തീരുമാനങ്ങളെ നമ്മൾ മാറ്റിവെക്കുന്ന പ്രവണതയുണ്ടായാൽ അത് ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴും ഈ വിവാദം ഇവിടെ അവസാനിച്ചോ? ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട്, ആ കുട്ടിയെ ഇനി ആ സ്ഥാപനത്തിൽ പഠിക്കാൻ താല്പര്യപ്പെടുന്നില്ല, കുട്ടിക്ക് ട്രോമ ബാധിച്ചിട്ടുണ്ട് എന്ന് അവിടുത്തെ രക്ഷിതാവിന്റെ കുറിപ്പാണ്. വിവാദം അവസാനിച്ചോ? ചിലരൊക്കെ വിവാദം അവസാനിച്ചു എന്നവർ. എങ്ങനെയാണ് അവസാനിക്കുന്നത്? ആ കുട്ടി പഠനം നിർത്തി TC വാങ്ങി പോവുക എന്ന് പറഞ്ഞാൽ ആ TC വാങ്ങി പോകുന്നത് ഈ രാജ്യത്തിന് മാനക്കേടാണ്. ഈ നാടിന്റെ ഭരണകൂടവും ഈ നാടിന്റെ ഹൈക്കോടതിയും ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥകളും പരാജയപ്പെടുന്നതിന്റെ ലക്ഷണമാണത്. എന്താണ് ചെയ്യേണ്ടത്? ഭരണഘടന നൽകുന്ന അവകാശത്തെ ഉറപ്പുവരുത്തിയിട്ട് അവർക്ക് പഠിക്കുവാനുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള നിയമപരമായ വഴികൾ ഒരുക്കി കൊടുക്കുകയല്ലേ ഇവിടുത്തെ ഭരണകൂടവും നീതിന്യായ വ്യവസ്ഥയും ചെയ്യേണ്ടത്? ഈ വിവാദം അവിടെ അവസാനിച്ചു എന്ന് വെക്കുക, ഇത് തീരില്ലല്ലോ, വീണ്ടും തുടങ്ങില്ലേ? കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ എത്ര കേസുകൾ സമാനമായിട്ട് വന്നു നമ്മുടെ കേരളത്തിൽ? ഇതിലെന്താ തീരുമാനം എടുക്കേണ്ടത്? നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റും ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയും എത്രയും പെട്ടെന്ന് ഇനി മറ്റൊരു രീതിയിലുള്ള സ്പർദ്ധയുണ്ടാകാതിരിക്കാൻ ആവശ്യമായ തീരുമാനം എടുക്കേണ്ട ഒരു ഘട്ടമാണിത്. ഏതാണ് തീരുമാനം? ഒരു വ്യക്തിയുടെ മതപരമായ നിർബന്ധിതമായ പ്രാക്ടീസുകളുണ്ട്, നിർബന്ധിതമായ അവരുടെ അനുഷ്ഠാനങ്ങളുണ്ട്. ആ അനുഷ്ഠാനങ്ങൾക്ക് മേൽ നിയമം പറയാൻ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കോ മറ്റു സ്വകാര്യ സ്ഥാപനങ്ങൾക്കോ അവകാശമില്ലെന്ന് പറയുന്ന ഒരു നിയമം നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിലെ മറ്റിടങ്ങളിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടെങ്കിലും ഈ രാജ്യത്ത് കൊണ്ടുവരാൻ കഴിയും. ഈ രാജ്യത്ത് അങ്ങനെയുള്ള നിയമങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങൾ ഞാൻ എണ്ണി പറയുന്നില്ല. മറ്റു ചില സമുദായങ്ങളുമായി ബന്ധപ്പെട്ട് അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ യുക്തിപരമായ അഭിപ്രായങ്ങൾ പലരും പറഞ്ഞപ്പോഴും അത് മതപരമായ അവകാശത്തിന്റെ പേരിൽ അവർക്ക് വകവെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഉത്തരവുകൾ ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ജല്ലിക്കെട്ടതിന്റെ ഉദാഹരണമല്ലേ? സുപ്രീം കോടതിയുടെ വിധി പ്രസ്താവത്തെ പോലും മറികടന്നുകൊണ്ട് അവർക്ക് അത് നടത്തുവാൻ മതപരമായ ചടങ്ങിന്റെ ഭാഗമായതുകൊണ്ട് നടത്തുവാൻ അനുവാദം നൽകപ്പെട്ടിട്ടുണ്ട്. ഇവിടെ എന്താ? ഇസ്ലാമുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ മാത്രം ഇങ്ങനെ ഒരു മറ്റു നയം, ഒരു ഇരട്ട നയം സ്വീകരിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇസ്ലാമോഫോബിയയുടെ വക്താക്കളായി നമ്മുടെ നാട് ഭരിക്കുന്നവരും ഇതിന്റെ വിവിധ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ചാലക ശക്തികളായി വർത്തിക്കുന്ന ആളുകളും മാറിപ്പോകുന്നത് കൊണ്ടാണ്. അനുവദിക്കപ്പെട്ടുകൂടാ. വളരെ പക്വതയോടുകൂടി ഒരു വാക്കുകൊണ്ടോ ഇടപെടൽ കൊണ്ടോ പോലും വർഗീയതയുടെയോ സ്പർദ്ധയുടെയോ സ്വരമുണ്ടാകാതെ ഇതിൽ ഇടപെടാൻ നമുക്ക് കഴിയണം. ഓരോരുത്തർക്കും കഴിയും ഇതിൽ. അത് ഏതെങ്കിലും സംഘടനകൾക്കോ നേതാക്കൾക്കോ മാത്രമല്ല, ഓരോ വ്യക്തിക്കും സാധ്യമാകുന്ന ഒരു ഇടമുണ്ട്. ഏതാണ് ആ ഇടം? ഞാൻ എന്റെ കുടുംബത്തിലും ഞാനുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലും മതപരമായ ആചാരങ്ങളെ കൃത്യമായി അനുഷ്ഠിക്കുന്ന മതബോധത്തിൽ ആത്മാഭിമാനമുള്ളവരായി നമ്മുടെ മക്കളെ വളർത്തണം. വിദ്യാലയങ്ങൾ തെരഞ്ഞെടുക്കുന്ന സന്ദർഭത്തിൽ അത്തരത്തിലുള്ള നമ്മുടെ നിഷ്ഠകൾ അനുവദിക്കപ്പെടുന്ന ഇടങ്ങൾ തെരഞ്ഞെടുക്കണം. നിസ്കാരമോ അല്ലെങ്കിൽ മതപരമായ മറ്റു പ്രാക്ടീസുകളോ അനുവദിക്കപ്പെടാത്ത ഇടങ്ങൾ നമ്മൾ തെരഞ്ഞെടുക്കരുത്. നമ്മൾ അങ്ങനെ തെരഞ്ഞെടുക്കുന്നത് കൊണ്ടുകൂടിയാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ നടപ്പിലാക്കാൻ ആളുകൾക്ക് കൂടുതൽ ആവേശമുണ്ടാകുന്നത്. ഒരു മുസ്ലിമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി അവന്റെ ഏതു ഘട്ടത്തിലും ഏതു പരിതസ്ഥിതിയിലും ഇസ്ലാമിനെ ഇസ്സത്തോടുകൂടി സ്വീകരിക്കുക എന്നതാണ്. അതിന് സാധ്യമാകണം. മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ പറയുന്നുണ്ട്, ലൈസൽ ഈമാനു ബിത്തഹല്ലി വലാ തമന്നി. ഈമാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അലങ്കരിക്കുന്ന ഏതെങ്കിലും ഭൗതികമായ മേൽവിലാസങ്ങളെ കൊണ്ടല്ല. ജനനം കൊണ്ട് മാത്രം മുസ്ലിമായ ആളുകളുണ്ട്. അവർ പോലും നമ്മുടെ രാജ്യത്തെ OBCയുടെ ആനുകൂല്യം പറ്റുന്നവരാണ്. ജനനം കൊണ്ട് മുസ്ലിമായി ഇസ്ലാമിനെ പൂർണ്ണമായി വിമർശിക്കുന്ന ആളുകൾ പോലും OBCയുടെ ആനുകൂല്യം പറ്റുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെയുള്ള കാനേഷുമാരി മുസ്ലിമാകലല്ല വേണ്ടത്. മഹാനവറുകൾ പറയുന്നു, വലാകിൻ മാ ഉഖിറ ഫിൽ ഖൽബി വസദ്ദഖഹുൽ അമൽ. എന്റെ ഹൃദയത്തിൽ ഞാൻ എന്തിനെയാണോ വിശ്വാസമായി സ്വീകരിച്ചിട്ടുള്ളത് അത് എന്റെ പ്രവർത്തനത്തിലും അത് പൂർണ്ണമായി അതിനെ സാക്ഷാത്കരിക്കാൻ എനിക്ക് കഴിയുമ്പോഴാണ് എന്റെ ഈമാൻ പൂർണ്ണമാകുന്നത്. ഇത് നമ്മൾക്ക് ബോധ്യമുണ്ടാകണം, നമ്മുടെ മക്കൾക്കും ബോധ്യമുണ്ടാക്കി കൊടുക്കണം. വിട്ടുവീഴ്ചകൾ അത്തരം കാര്യങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. ഒരു സംഘത്തിന്റെ കൂടെയാണെങ്കിൽ ബാങ്ക് കൊടുത്ത് നേരമായാൽ ഞാനൊന്ന് നിസ്കരിക്കട്ടെ എന്ന് പറയുന്നത് നമുക്കൊരു കുറച്ചിലാകാൻ പാടില്ല. നമുക്ക് അഭിമാനമാകണം. നമുക്ക് രാജ്യത്തിന് വേണ്ടി പറയുന്നത് നമുക്ക് പലപ്പോഴും അഭിമാനമാകാറുണ്ട്. നാടിനു വേണ്ടി പറയുന്നത്, പാർട്ടിക്ക് വേണ്ടി പറയുന്നത്, പക്ഷെ ദീനിനു വേണ്ടി പറയുന്നത് എന്തുകൊണ്ട് നമുക്ക് അഭിമാനമാകുന്നില്ല?
എന്റെ ചിഹ്നങ്ങൾ, എന്റെ അടയാളങ്ങൾ ഞെരിയാണിക്ക് മുകളിൽ പാന്റ് എടുക്കുമ്പോൾ മറ്റുള്ളവർ പരിഹസിക്കാൻ തുടങ്ങിയാൽ എന്റെ ദീനിന്റെ അടയാളമാണിതെന്ന് പറയാൻ അഭിമാനത്തോടു കൂടി നമുക്ക് കഴിയണ്ടേ? നമ്മുടെ ചിഹ്നങ്ങളിൽ, ഇടപെടലുകളിൽ, സമീപനങ്ങളിൽ, ഇബാദത്തുകളിൽ ഈ കാർക്കശ്യത്തെ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അവിടെ വിട്ടുവീഴ്ചകൾ പാടില്ല. മഹാനായ മഹദിയായ അസ്മാ ബിൻത് അബീ ബക്കർ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്. മഹദിയോട് ഒരിക്കൽ അവിടുത്തെ ഒരു ഭരണാധികാരി അവിടുത്തെ മുഖം ഒന്ന് പുറത്ത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഒരു കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. അപ്പൊ മഹദിയുടെ മറുപടി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ ജറദ ഇലഹു ഖയലാഅ ലം യൻദുരില്ലാഹു ഇലൈഹി യൗമൽ ഖിയാമ. ഒരു മനുഷ്യൻ അഹങ്കാരത്തോടു കൂടി ഞെരിയാണിക്കുത്താഴ് അവന്റെ വസ്ത്രമിട്ട് നടന്നാൽ പോലും നാളെ അള്ളാഹു അവനെ നോക്കുകയില്ല, അള്ളാഹുവിന്റെ ദർശനം അവനുണ്ടാവുകയില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്കിൽ പിന്നെ ഫകൈഫ ബിമൻ യക്ഷിഫു മാ അമറ അല്ലാഹു ബിസത്രിഹി, പിന്നെ എങ്ങനെയാണ് അള്ളാഹു മറക്കാൻ എന്നോട് ആവശ്യപ്പെട്ട ഒന്നിനെ ഞാൻ തുറന്നു വെച്ചാൽ അള്ളാഹുവിന്റെ നോട്ടം പിന്നെ എനിക്ക് കിട്ടുമോ? ലോകം മുഴുവൻ നമ്മളെ സ്നേഹത്തോടെ നോക്കുന്നതിനേക്കാൾ, ലോകം മുഴുവൻ നമ്മളെ ആനയിക്കുന്നതിനേക്കാൾ, നമുക്ക് പട്ടും പുടവയും നൽകുന്നതിനേക്കാൾ എന്റെ ഹൃദയത്തിൽ കുളിര് പകരേണ്ടത് അള്ളാഹുവിന്റെ നളറത്താണ്. അള്ളാഹു എന്നെ സ്വീകരിക്കുമെന്ന നോട്ടമാണ്. നമ്മുടെ ഓരോ അനക്കങ്ങളിലും അടക്കങ്ങളിലും എന്റെ ചിന്തയിൽ ഉണ്ടാകേണ്ടത് ഇതിനെ, എന്റെ ഈ കർമ്മത്തെ, എന്റെ ഇടപെടലെ എങ്ങനെ അള്ളാഹു സ്വീകരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെ ഇതിനെ നോക്കിക്കാണും? ഈ ബോധം കുഞ്ഞുനാളിലെ മക്കളിലേക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. കുട്ടികളെ കുഞ്ഞുനാൾ മുതൽ തന്നെ വീടുകളിൽ നമ്മൾ പരിശീലിപ്പിക്കുന്നത് തട്ടമിടാതെയാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പിന്നെ അത് ദീനിന്റെയും അവരുടെ ജീവിതത്തിന്റെയും ശീലമാക്കി കൊണ്ടുവരാൻ പ്രയാസമായിരിക്കും. ആരാണ് അപ്പൊ ഉത്തരവാദികൾ? അവരുടെ രക്ഷിതാക്കൾക്ക് കാര്യമായ ഉത്തരവാദിത്വമുണ്ട്. അള്ളാഹു നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ ആ രീതിയിൽ തർബിയത്ത് ചെയ്തെടുത്തുകൊണ്ട് വളർത്താനുള്ള തൗഫീഖ് നൽകട്ടെ. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങളെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി, തെരഞ്ഞെടുപ്പിന് ലാഭങ്ങൾക്ക് വേണ്ടി സമുദായ സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ ചില ആളുകൾക്കെങ്കിലും രാഷ്ട്രീയ ലാഭം കിട്ടിയെന്ന് വരാം. നഷ്ടമാർക്കാണ്. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ, നമ്മൾ താമസിക്കുന്ന, നമ്മൾ ഇടപഴകുന്ന ചുറ്റുവട്ടങ്ങളിൽ വർഗീയത പ്രചരിക്കപ്പെടുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു തരി പോലും വീണാൽ പിന്നീട് ഉണക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള മുറിവായിരിക്കും അതൊക്കെ ഉണ്ടാക്കിയെടുക്കുക. വളരെ മാന്യമായി പക്വതയോടെ ഇടപെടുക എന്ന ശീലം നമുക്കുണ്ടാകണം. അതോടൊപ്പം തന്നെ പരിശുദ്ധ ഇസ്ലാമിന്റെ കാര്യത്തിൽ ഇസ്സത്തിന്റെ ബോധം എനിക്കുണ്ടാകണം, എന്റെ കുടുംബത്തിലും ഉണ്ടാകണം. ഓരോരുത്തരും അങ്ങനെ ജാഗ്രത പാലിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ നമ്മുടെ നാടിന്റെ ഐക്യം തകർക്കുന്ന പശ്ചാത്തലത്തിൽ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണകൂടവും നിയമവ്യവസ്ഥിതികളും ഒക്കെ ഉചിതമായ പരിഹാരം ഇതിൽ കാണുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അള്ളാഹു അതിന് അവർക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഈ ഉമ്മത്തിനെ അള്ളാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്യുകയാണ്.